ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ലഹരി വിമുക്തരുടെ വിവരങ്ങൾ പോലീസിന് നൽകാനാവില്ലെന്നും വിവരങ്ങൾ തേടുന്നത് പോലീസ് അവസാനിപ്പിക്കണമെന്നും ഇന്ത്യൻ സൈക്കാട്രിക് സൊസൈറ്റി കേരള ഘടകം. തപാൽ വകുപ്പ് സോവനിയർ ഷവലിയർ സി ചാക്കുണ്ണിക്ക് സമ്മാനിച്ചു. പട്ടിക വിഭാഗം വിദ്യാർത്ഥികൾക്ക് വരുമാന പരിധിയില്ലാതെ ഇ ഗ്രാന്റ് വിതരണം ചെയ്യണമെന്ന് ഭാരതീയ പട്ടിക ജനസമാജം. ബിഷപ്പ് ഡോക്ടർ റോയ്സ് മനോജ് വിക്ടർ 60ന്റെ നിറവിൽ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. ലഹരി വിമുക്തരുടെ വിവരങ്ങൾ പോലീസിന് നൽകാനാവില്ലെന്ന് ഇന്ത്യൻ സൈക്കാട്രിക് സൊസൈറ്റി കേരള ഘടകം. ലഹരി വിമുക്തരുടെ വിവരങ്ങൾ തേടുന്നത് പോലീസ് അവസാനിപ്പിക്കണമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പോലീസ് പല കേന്ദ്രങ്ങളിലേക്ക് അയച്ചിട്ടുള്ള നോട്ടീസ്, ആ നോട്ടീസിനകത്ത് പറഞ്ഞിരിക്കുന്നത് പുകയില, ഹാൻസ്, മദ്യം ഇതൊഴികെയുള്ള ഏതൊക്കെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നു, ആ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാർ ചികിത്സയ്ക്കായി വരികയോ ചികിത്സ പൂർത്തീകരിച്ച് പോവുകയോ ചെയ്തതിനു ശേഷം ഇവരുടെ പേര്, മേൽവിലാസം, വയസ്സ്, ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസ്, ഉപയോഗിക്കുന്ന ലഹരി പദാർത്ഥം, ഈ ഡീറ്റെയിൽസ് കൊടുക്കണമെന്നാണ് പറയുന്നത്. ആശുപത്രിയിൽ നിന്നും ലഹരി വിമോചന ചികിത്സയ്ക്ക് വിധേയരായവരുടെ പേര്, വയസ്സ്, വിലാസം എന്നിവ അറിയിക്കണമെന്നാണ് പോലീസ് ആവശ്യപ്പെടുന്നത്. മാനസികാരോഗ്യ സംരക്ഷണ നിയമം 2017 പ്രകാരം രോഗിയുടെ ചികിത്സാ വിവരങ്ങളും സ്വകാര്യതയും സംരക്ഷിക്കേണ്ടത് സൈക്യാട്രിസ്റ്റിന്റെ നിയമപരമായ ഉത്തരവാദിത്തമാണെന്നും ഇത്തരത്തിൽ പോലീസ് ചോദിക്കുന്ന വിവരങ്ങൾ കൈമാറുന്നത് രോഗിയുടെ സ്വകാര്യതയുടെ ലംഘനമാണെന്നും ഡോക്ടർമാർ പറഞ്ഞു. ചികിത്സ തേടി വരുന്ന വ്യക്തികളുടെ സ്വകാര്യ വിവരങ്ങൾ പോലീസിന് കൈമാറിയാൽ ചെറുപ്പക്കാർ സൈക്യാട്രിസ്റ്റുകളുടെ ചികിത്സ തേടിയെത്തുന്നത് അവസാനിക്കാനുള്ള സാധ്യതയുമുണ്ട്. ലഹരി ഉപയോഗിക്കുന്നവർ ചികിത്സ വേണ്ടെന്ന് വെക്കുമെന്നും ഇത് വലിയ സാമൂഹ്യ പ്രതിസന്ധിയിലേക്ക് വഴി തുറക്കുമെന്നും ഡോക്ടർമാർ വിശദീകരിച്ചു. പോലീസിന്റെ ഭാഗത്തുനിന്ന് അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ വന്നിട്ടില്ല ഇത്തരം ഈ കാര്യങ്ങൾ ഞങ്ങളെ പ്രവൃത്തികളെ തടസ്സമാക്കാൻ ഇടയുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്തരമൊരു പ്രസ് കോൺഫറൻസ് ഇവിടെ നടത്തുന്നത്. കാരണം അങ്ങനെയുള്ള കാര്യങ്ങൾ, ഒരാളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഡിസ്ക്ലോസ് ചെയ്താലുണ്ടാവുന്ന അപ്പുറത്തുള്ള വശങ്ങൾ ഇങ്ങനെ ആയിരിക്കുമെന്ന് ഞങ്ങൾ എസ്പെഷ്യലി ഒരു സൈക്യാട്രിസ്റ്റ് എന്നുള്ള രീതിയിൽ, സൈക്യാട്രിസ്റ്റുകൾ എന്നുള്ള രീതിയിൽ ഞങ്ങൾ അതിനെ മനസ്സിലാക്കുന്നു. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ഡോക്ടർ മോഹനസുന്ദരം, ജനറൽ സെക്രട്ടറി ഡോക്ടർ അനീസ് അലി, ഡോക്ടർ രാജ്മോഹൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തപാൽ വകുപ്പ് സോവനീർ ഷവലിയാർ സി ചാക്കുണ്ണിക്ക് സമ്മാനിച്ചു. മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ ഓഫീസിൽ നടന്ന ചടങ്ങിൽ തപാൽ വകുപ്പ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് എൻ സത്യൻ സുവനീർ കൈമാറി. ഭാരതീയ തപാൽ വകുപ്പ് ഏർപ്പെടുത്തിയ ശ്രീ രാമജന്മഭൂമി മന്ദിർ സോവനീർ തപാൽ വകുപ്പ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് എൻ സത്യൻ, പോസ്റ്റ് ഫോറം സീനിയർ അംഗവും മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ പ്രസിഡന്റുമായ ഷവലിയർ സി ചാക്കുണ്ണിക്ക് കൈമാറി. തപാൽ വകുപ്പിന്റെ വിവിധ പദ്ധതികളുമായി സഹകരിക്കുന്ന വ്യക്തിയും മുതിർന്ന പോസ്റ്റ് ഫോറം അംഗവും എന്ന നിലയിലാണ് തപാൽ വകുപ്പിന്റെ അംഗീകാരം നൽകുന്നതെന്ന് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് എൻ സത്യൻ പറഞ്ഞു. ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും അതത് സ്ഥലങ്ങളിലെ പ്രമുഖർക്ക് ഒരു ഫിലാറ്റ്ലി, പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ഇറക്കിയിരിക്കുന്ന ഫിലാറ്റ്ലി സ്റ്റാമ്പ് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശിക്കേണ്ടത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കോഴിക്കോട് ജില്ലയിൽ വളരെ പ്രധാനപ്പെട്ട 4-5 വ്യക്തിത്വങ്ങൾക്ക് ഈ സോവനീർ സ്റ്റാമ്പ് കൊടുക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ MDC ചെയർമാൻ, പോസ്റ്റ് ഫോറം സീനിയർ പ്രസിഡന്റുമായിട്ടുള്ള ശ്രീ ചാക്കുണ്ണി സാറിന് ഈ ഉപഹാരം പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ട് സമ്മാനിക്കുന്നു. പോസ്റ്റ് ഫോറം അംഗം PI അജയൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. അംഗങ്ങളായ അഡ്വക്കേറ്റ്
MK അയ്യപ്പൻ, CC മനോജ്, JG റൊണാൾഡ്, PP ശ്രീരസ് എന്നിവർ സംസാരിച്ചു. തപാൽ വകുപ്പ് നൽകിയത് വലിയ അംഗീകാരമായി കാണുന്നുവെന്നും തപാൽ വകുപ്പിന്റെ ഖ്യാതിയും സേവനങ്ങളും ജനങ്ങളിലെത്തിക്കുവാൻ പോസ്റ്റ് ഫോറത്തിന്റെ പ്രവർത്തനങ്ങൾ പൂർവാധികം ശക്തിപ്പെടുത്തുമെന്നും സി ചാക്കുണ്ണി പ്രതികരിച്ചു. കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ശോഭനീയത ലഭിക്കാനുള്ള വലിയൊരു അംഗീകാരമായി ഞാൻ കണക്കാക്കുന്നു. വർഷങ്ങളായിട്ട് തപാൽ വകുപ്പുമായിട്ട് പല കാര്യങ്ങളിലും ഞങ്ങൾ പോസ്റ്റ് ഫോറം അംഗങ്ങൾ എന്ന നിലയിൽ മലബാർ ഗവൺമെൻറ്റും സഹകരിച്ച് നിരവധി പ്രവർത്തനങ്ങൾ നടത്താറുണ്ട്. പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിനോടും പ്രത്യേകിച്ച് സത്യൻ സാറിനോടും എൻ്റെ സ്വന്തം പേരിലും ഞങ്ങൾ പോസ്റ്റ് ഫോറം അംഗങ്ങളുടെ പേരിലും ഞങ്ങൾ പുതിയ സംഘടനകളുടെ പേരിലും എല്ലാ നന്ദിയും രേഖപ്പെടുത്തും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പട്ടിക വിഭാഗം വിദ്യാർത്ഥികളുടെ ഉന്നത വിദ്യാഭ്യാസത്തെ തടസ്സപ്പെടുത്തുന്ന PMS ഉത്തരവ് പിൻവലിച്ച് 2.5 ലക്ഷം വരുമാന പരിധിയില്ലാതെ മുഴുവൻ SC/ST കുട്ടികൾക്കും ഗ്രാന്റ് വിതരണം ചെയ്യണമെന്ന് ഭാരതീയ പട്ടിക ജനസമാജം. ഗ്രാന്റ് കാലാനുസൃതമായി വർദ്ധിപ്പിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് ഞങ്ങളുടെ കുട്ടികൾക്ക് ഉയരാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇന്ന് നിലനിൽക്കുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ 2021 പുറത്തിറക്കിയ PMS എന്ന് പറയുന്ന ഒരു ഉത്തരവ്. ഈ ഉത്തരവ് പ്രകാരം 2.5 ലക്ഷത്തിൽ കൂടുതൽ വാർഷിക വരുമാനമുള്ള ഞങ്ങളുടെ കുട്ടികൾക്ക് ഗ്രാന്റ് ലഭിക്കുന്നില്ല. കഴിഞ്ഞ 5 വർഷക്കാലമായി സമയബന്ധിതമായിട്ട് ഗ്രാന്റ് നൽകാൻ സർക്കാരിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ദുരവസ്ഥ. അപ്പൊ അതിനെതിരെ നിരന്തരമായ സമര രംഗത്താണ് ഞങ്ങൾ. ഭാരതീയ പട്ടിക ജനസമാജം ജില്ലാ സമ്മേളനം മാർച്ച് 29, 30 തീയതികളിൽ കോഴിക്കോട്ട് നടക്കും. പൊതുസമ്മേളനം KK രമ MLA ഉദ്ഘാടനം ചെയ്യും. പ്രശസ്ത സിനിമാ നടൻ ഷാജു നവോദയ മുഖ്യാതിഥിയായി പങ്കെടുക്കും. മഹിളാ സമ്മേളനം അന്വേഷി പ്രസിഡന്റ് K അജിതയും, യുവജന സമ്മേളനം ദിശാസ്ഥാപകനും ദളിത് ആക്ടിവിസ്റ്റുമായ ദിനുവേയിലും ഉദ്ഘാടനം ചെയ്യും. സമാജത്തിന്റെ സംസ്ഥാന ജില്ലാ നേതാക്കൾ സമ്മേളന പരിപാടികളിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി VT ഭരതരാജനും മറ്റ് ഭാരവാഹികളും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബിഷപ്പ് ഡോക്ടർ റോയ്സ് മനോജ് വിക്ടർ 60ന്റെ നിറവിൽ. അനുമോദന യോഗത്തിൽ മലബാർ മലങ്കര ഓർത്തഡോക്സ് ബിഷപ്പ് ഗീവർഗീസ് മാർ പക്കോമിയോസ് മെത്രാപ്പൊലീത്ത അനുഗ്രഹ പ്രഭാഷണം നടത്തി. 60ാം ജന്മദിനം ആഘോഷിക്കുന്ന CSI മലബാർ മഹാ ഇടവക ബിഷപ്പ് ഡോക്ടർ റോയ്സ് മനോജ് വിക്ടറിനെ അനുമോദിക്കുവാൻ ചേർന്ന യോഗത്തിൽ മലബാർ മലങ്കര ഓർത്തഡോക്സ് ബിഷപ്പ് ഗീവർഗീസ് മാർ പക്കോമിയോസ് മെത്രോപൊലിത്ത അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഒരു ഓർമ്മപ്പെടുത്തലാണ് ഓരോ ജന്മദിനം. ഒരു തിരിഞ്ഞു നോക്കാം. ഞാൻ വന്നപ്പോൾ പറയണമെന്ന് ആഗ്രഹിച്ച ഒരു കാര്യമുണ്ടായി. എന്നാൽ എൻ്റെ ഒരു സഹോദരൻ ഈ സ്റ്റാൻഡ് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പം ടീച്ചർ പറഞ്ഞു അതൊന്ന് തുടച്ച് വൃത്തിയാക്കണം. ചില ജന്മദിനങ്ങൾ അങ്ങനെയാണ്. നമ്മളെ ഒന്ന് തുടച്ച് അതിനകത്ത് മാറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ചില ശുദ്ധീകരണം അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ചിലതിനെ കൂടുതൽ ആർജിക്കുവാനും സ്വീകരിക്കുവാനും സാധിക്കുമ്പോഴാണ് അത് ഭംഗിയായി തീരുകയുള്ളൂ. 60 വർഷം എന്ന് പറയുന്നത് ചെറിയ കാലഘട്ടമൊന്നുമല്ല. പ്രതിസന്ധികളുണ്ടായി, സന്തോഷങ്ങളുണ്ടായി, ദുഃഖങ്ങളുണ്ടായി, മരണങ്ങളുണ്ടായി, വേദനകളുണ്ടായി, അങ്ങനെ സമ്മിശ്രമായ ഒരു വലിയ കാലഘട്ടമാണ്. മലബാർ മഹാ ഇടവക ക്ലർജി സെക്രട്ടറി റവറൻ ജേക്കബ് ദാനിയേൽ അധ്യക്ഷത വഹിച്ചു. മേയർ ഡോക്ടർ ബീന ഫിലിപ്പ്, അൽമായ സെക്രട്ടറി കെന്നത്ത് ലാസർ, ഷെവലിയാർ C ചാക്കുണ്ണി, CSI ട്രഷറർ റവറൻ CK ഷൈൻ, നടക്കാവ് ഇംഗ്ലീഷ് ചർച്ച് വികാരി റവറൻ ഡോക്ടർ TI ജെയിംസ്, സൗത്ത് കേരള ബിഷപ്പ് സെക്രട്ടറി റവറൻ ലോഡ്വിൻ ലോറൻസ്, റവറൻ ഹെന്നിങ്സ് ഹെർമൻ, റവറൻ രാജു ചീരൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തീർച്ചയായിട്ടും കഴിഞ്ഞ 60 വർഷക്കാലം നടത്തിയ ദൈവത്തിന് ഞാൻ നന്ദി കരയറ്റുന്നു. 6 പതിറ്റാണ്ട് കാലത്തേക്ക് തിരിഞ്ഞു നോക്കാനുള്ള ഒരു അവസരമാണ് ഈ ജന്മദിനം തരുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം.
ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. നാടകവേദിയിൽ വേറിട്ട പരീക്ഷണങ്ങളുമായി അണിയറ കോഴിക്കോട്. അണിയറയുടെ 50-ാം വാർഷികവും നാടക ദിനാചരണവും ചെറുനാടക അവതരണത്തിലൂടെ അവിസ്മരണീയമായി. ടൗൺ ഹാളായിരുന്നു വേദി. This is victory. Something unique, creative, innovative and lost. Yes, അനന്ത സാധ്യതകളുടെ വിശാല ലോകം തുറക്കുകയാണ്. ഇവിടെ ഇപ്പോൾ നാം എല്ലാം സാക്ഷികളാണ്. Let us launch it with a big bang. 50-ാം വാർഷികത്തിൽ ലോക നാടക ദിനത്തിൽ മൈക്രോ നാടകങ്ങൾ വേദിയിൽ അവതരിപ്പിച്ച് സജീവമാവുകയാണ് അണിയറ കോഴിക്കോട്. 15 മിനിറ്റ് ദൈർഘ്യമുള്ള നാടകങ്ങളാണ് അരങ്ങേറിയത്. പോൾ കല്ലാനോട് രചിച്ച ആത്മ, S ഹരിശങ്കർ രചിച്ച ആകസ്മിക അവധിക്കൊരു അപേക്ഷ, ലിഫ്റ്റ് എന്നീ നാടകങ്ങളാണ് അരങ്ങിലെത്തിയത്. മറച്ചു വെക്കണോ? വാങ്ങാൻ പാകുന്നുണ്ടോ? ജീവിതത്തിന്റെ വിവിധ തുറകളിൽ ഉള്ളവരാണ് നാടകങ്ങളിൽ അഭിനേതാക്കളായി എത്തിയത്. അണിയറ കോഴിക്കോടിന്റെ സുവർണ ജൂബിലി ആഘോഷവും നാടക ദിനാചരണവും എഴുത്തുകാരൻ VR സുധീഷ് ഉദ്ഘാടനം ചെയ്തു. എല്ലാ വർഷവും ലോക നാടക ദിനത്തിൽ ഏതെങ്കിലും പ്രഗത്ഭനായിട്ടുള്ള ഒരാൾ വന്നിട്ട് ലോകത്തിനൊരു സന്ദേശം നൽകും. അത് നാടക സന്ദേശമാണ്. അത് 1962 മുതൽ തുടങ്ങിയതാണ്. ജീൻ കോപ്റ്റി എന്ന് പറയുന്ന ഒരാളാണ് ആദ്യമായിട്ട് അത് തുടങ്ങി വെച്ചത്. അത്തരം സന്ദേശം നാടകത്തിൽ നിന്ന് മാത്രമേ ഉള്ളൂ, മറ്റൊരു കലാരൂപത്തിൽ നിന്നോ ഇല്ല. നാടക സന്ദേശമാണ് ലോകത്തിന് നൽകുന്നത്. അപ്പോൾ ഈ സന്ദേശവും നാടകവും പരസ്പരം അന്വയിക്കുകയാണ്. നാടകത്തിന് സന്ദേശത്തോടും സന്ദേശത്തിന് നാടകത്തോടും ഏതോ തരത്തിലുള്ള ഒരു സമന്വയമുണ്ട്. അതാണ് നല്ല നാടകങ്ങളുടെയൊക്കെയും ജീവനായിട്ട് ഇപ്പോൾ നമ്മൾ ഓർമ്മിക്കുന്നത്. സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാക്കളായ വിജയൻ V നായർ, അജിത നമ്പ്യാർ, ഡോക്ടർ ശ്രീജിത്ത് രമണൻ എന്നിവരെ ആദരിച്ചു. ശ്രീമതി അജിത നമ്പ്യാർ അണിയറയുടെ അംഗമാണ്. S ഹരിശങ്കർ അധ്യക്ഷനായിരുന്നു. KR മോഹൻദാസ്, ഉണ്ണികൃഷ്ണൻ പുൽക്കൽ, സുന്ദർദാസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബേപ്പൂർ സൗഹൃദവേദി ഇഫ്താർ വിരുന്നും മതമൈത്രി സംഗമവും ലഹരി വിരുദ്ധ കൂട്ടായ്മയും സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി V കുഞ്ഞാമുട്ടി ഉദ്ഘാടനം ചെയ്തു. റിട്ടയർഡ് സബ് ഇൻസ്പെക്ടർ ജയരാജൻ ലഹരി വിരുദ്ധ ക്ലാസ് എടുത്തു. ബേപ്പൂർ അങ്ങാടിയിൽ നടന്ന സമൂഹ നോമ്പുതുറ മതമൈത്രിയുടെയും സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും നേർക്കാഴ്ചയായി. ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണവും നൽകി. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി V കുഞ്ഞാമുട്ടി ഉദ്ഘാടനം ചെയ്തു. എല്ലാവരും ഉണ്ട്. BJPന്റെ ആളുണ്ട്, ലീഗിന്റെ ആളുണ്ട്, കോൺഗ്രസിന്റെ ആളുണ്ട്. എല്ലാ സമൂഹങ്ങളും കൂടി കൂടിയിട്ട് ഇതിൽ ഉൾപ്പെട്ട ചെറുപ്പക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, കേസിൽ ഉൾപ്പെട്ടതോ അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നതോ ആയിട്ടുണ്ടെങ്കിൽ അവരെ ബഹിഷ്കരിക്കാൻ ഒരു തീരുമാനം മനുഷ്യാവകാശ പ്രവർത്തകരും മറ്റുള്ള ഒക്കെ അപ്പുറത്തുണ്ടാവും. ബഹിഷ്കരിക്കാനുള്ളൊരു തീരുമാനം ഒന്നിച്ചെടുക്കുക. റിട്ടയർഡ് സബ് ഇൻസ്പെക്ടർ ജയരാജൻ ലഹരി വിരുദ്ധ ക്ലാസ് എടുത്തു. നിങ്ങൾ പ്രസവിച്ചത് വലിയൊരു അപരാധമാണ്, നിങ്ങൾ എനിക്ക് ജന്മം നൽകിയത് വലിയൊരു അപരാധമാണ് എന്ന് പറഞ്ഞു ക്യാൻസർ രോഗിയായ തന്റെ ഉമ്മയെ കഴുത്തറത്തു കൊന്ന ഒരു മകനുള്ള പ്രദേശമാണ് നമ്മുടെ നാട്. ചെയർമാൻ KA ഗംകേഷ് അധ്യക്ഷത വഹിച്ചു. ബേപ്പൂർ ഖാസി ആലിമോൻ, ചെറുവണ്ണൂർ CSI ചർച്ചിലെ ഫാദർ PV റെജിനോൾഡ്, ഗോദീശ്വരം ക്ഷേത്ര കമ്മിറ്റി പ്രതിനിധി ശശിധരൻ പയ്യാനക്കൽ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ ജബ്ബാർ, ഷിനു പിണ്ണാണത്ത്, രാജീവൻ തിരുവച്ചിറ, പ്രേമൻ K, വാസു മുക്കത്ത്, മുദാക്കര മഹല്ല് കമ്മിറ്റിയിലെ റിയാസ് ഹാജി,
അരയ സമാജം പ്രതിനിധി ദേവരാജൻ, വ്യാപാരി പ്രതിനിധികളായ സുഭാഷ്, സുനി പയ്യേരി, OP രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. ജീവകാരുണ്യ പ്രവർത്തകനും ബിസിനസ്സുകാരനുമായിരുന്ന PV മുഹമ്മദ് റാഫിയുടെ നിര്യാണത്തിൽ അനുശോചന യോഗം ചേർന്നു. യോഗം അഹമ്മദ് ദേവർകോവിൽ MLA ഉദ്ഘാടനം ചെയ്തു. മാത്തോട്ടം സ്വദേശിയും ജീവകാരുണ്യ പ്രവർത്തകനും ബിസിനസ്സുകാരനുമായിരുന്ന PV മുഹമ്മദ് റാഫിയുടെ സൗഹൃദ വലയത്തിലെ ഒട്ടുമിക്കവരും കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ ഒത്തുകൂടി. അനുശോചന യോഗം അഹമ്മദ് ദേവർകോവിൽ MLA ഉദ്ഘാടനം ചെയ്തു. കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുന്ന വ്യക്തിത്വത്തിനുടമയായിരുന്നു റാഫിയെന്ന് അദ്ദേഹം അനുസ്മരിച്ചു. കച്ചവടത്തിലും ശുദ്ധി വരുത്തിയിരുന്നു. ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിശ്ചയദാർഢ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നുവെന്ന് MLA കൂട്ടിച്ചേർത്തു. പൊതുവെ കച്ചവടത്തിൽ നല്ല ഒരു മാന്യത പുലർത്തുന്ന അല്പം ശുദ്ധിയൊക്കെ വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു അദ്ദേഹം എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. മരണം എന്ന് പറയുന്നത് നമുക്ക് ഓരോരുത്തർക്കും വരാനുള്ളതാണ് എന്ന ഒരു ഓർമ്മിപ്പിക്കൽ കൂടിയാണ് ഇത്തരം മരണം എന്നതൊരു യാഥാർത്ഥ്യമാണ്. പണ്ട് കാലങ്ങളിലൊക്കെ പ്രായം ചെന്ന ആളുകൾ മരിക്കുന്ന വാർത്തകളാണ് നമ്മൾ കേൾക്കാറുള്ളതെങ്കിൽ സമീപകാലത്തായി വളരെ ചെറുപ്പക്കാരായ ആളുകൾ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ, വിദ്യാഭ്യാസ, ട്രേഡിംഗ് രംഗത്തെ പ്രമുഖരായ ഒട്ടനവധി വ്യക്തിത്വങ്ങളാണ് പെട്ടെന്ന് മരണം പുൽകിക്കൊണ്ടിരിക്കുന്നത്. മരിച്ച ശേഷമാണ് നമ്മൾ അന്വേഷിക്കാറുള്ളത് അദ്ദേഹത്തിന് എന്തായിരുന്നു രോഗം. അപ്പോൾ ആളുകൾ പറയും ഒന്നുമില്ല, ചെറിയൊരു തലകറക്കം വന്നു ആള് മരിച്ചു, അല്ലെങ്കിൽ ചെറിയൊരു നെഞ്ചുവേദന വന്നു ആള് മരിച്ചു, അല്ലെങ്കിൽ പെട്ടെന്ന് കുഴഞ്ഞു വീണു ആള് മരിച്ചു എന്നാണ് ഇടക്കാലത്ത് വരുന്ന വാർത്തകൾ അധികം. ക്ലബ് പ്രസിഡന്റ് AK ഷാജി അധ്യക്ഷനായി. മുതിർന്ന അംഗം KK അബ്ദുൽ സലാം അനുസ്മരണ പ്രമേയം അവതരിപ്പിച്ചു. TBC ജനറൽ സെക്രട്ടറി മെഹറൂഫ് മണലുടി, വ്യാപാരി വ്യവസായി സമിതി പ്രസിഡന്റ് സൂര്യ ഗഫൂർ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി B സുനിൽകുമാർ, C ചാക്കുണ്ണി, TPM ഹാഷിർ അലി, K സുബൈർ, രൂപേഷ് കോളിയോട്ട്, KK അബ്ദുൾ വഹാബ്, അൻവർ സാദത്ത്, K സലാം, MV മുർഷിദ് അഹമ്മദ്, സന്നാഫ് പാലക്കണ്ടി, അബ്ദുൽ ജലീൽ ഇടത്തിൽ, M മുജീബ് റഹ്മാൻ, E അബ്ദുൽ ജലീൽ, U അഷ്റഫ്, R അബ്ദുൽ ജലീൽ, AM ആഷിഖ്, നയൻ ജേഷ തുടങ്ങിയവർ അനുസ്മരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് ഇക്കഴിഞ്ഞ ബുധനാഴ്ച വൈകിട്ടായിരുന്നു മുഹമ്മദ് റഫിയുടെ അന്ത്യം സംഭവിച്ചത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ബേപ്പൂർ ഗവൺമെന്റ് LP സ്കൂളിൽ പുതിയ കിച്ചണും ഡൈനിങ് ഹാളും തുറന്നു. ഉദ്ഘാടനം കോർപ്പറേഷൻ വിദ്യാഭ്യാസകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ C രേഖ നിർവഹിച്ചു. ചടങ്ങിൽ അധ്യാപകരും വിദ്യാർത്ഥികളും PTA പ്രതിനിധികളും പങ്കെടുത്തു. ബേപ്പൂർ ഗവൺമെന്റ് LP സ്കൂളിൽ കോർപ്പറേഷൻ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പുതിയ കിച്ചൺ കം ഡൈനിങ് ഹാളിന്റെ ഉദ്ഘാടനം കോർപ്പറേഷൻ വിദ്യാഭ്യാസ കായിക സ്ഥിരം സമിതി ചെയർപേഴ്സൺ രേഖ C നിർവഹിച്ചു. ഇന്ന് ഞാനിവിടെ അനാച്ഛാദനം ചെയ്തിട്ടുള്ള കോഴിക്കോട് നഗരസഭ 25 ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു കിച്ചൺ കം ഡൈനിങ് ഹാളാണ് ഇന്നിവിടെ ഈ ഒരു സ്വപ്നം പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ആ ഡൈനിങ്ങിലേക്ക് നല്ല മനോഹരമായ ഫർണിച്ചറുകൾ ആവശ്യമുണ്ട്. ഈ വർഷത്തെ പദ്ധതി തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് കുറച്ച് ദിവസം മുമ്പ് തന്നെ, കുറച്ച് ദിവസം കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കത് ഇവിടെ എത്തുന്നതായിരിക്കും. ഇന്നും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉണ്ടായിരുന്നു. അതിൽ നിങ്ങളുടെ സ്കൂളിന്റെ പേര് ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് അതിമനോഹരമായ ഒരു ചിൽഡ്രൻസ് പാർക്ക് എന്ന സ്വപ്നം കൂടി ഈ വിദ്യാലയത്തിലേക്ക് വരാൻ പോവുകയാണ്. 24-25 വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തീരുമാനമാണ് ഞാൻ ഇവിടെ നിങ്ങളോട് പറയാനുള്ളത്. ചടങ്ങിൽ LSS വിജയികളെയും അനുമോദിച്ചു.
PTA പ്രസിഡന്റ് സ്മിജിത്ത് KT അധ്യക്ഷനായിരുന്നു. 47ാം ഡിവിഷൻ കൗൺസിലർ ഗിരിജ ടീച്ചർ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. അസിസ്റ്റന്റ് എഞ്ചിനീയർ ഫാസിൽ K പദ്ധതി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഓവർസിയർ ലിഗേഷ്, കൗൺസിലർ രജനി T, ഫറൂഖ് AEO ജിജ K, കരുവള്ളി ശശി, ഷമി M, പ്രബീഷ് ET, KP ഹുസൈൻ, M മുഹമ്മദ് കോയ, ഫിനോഷ് I, മനേക എന്നിവരും സംസാരിച്ചു. സ്റ്റാഫ് സെക്രട്ടറി ഷിൻഡ പിലാവുള്ളതിൽ, പ്രധാനാധ്യാപകൻ മനോജ് V എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. കോഴിക്കോട് ശോഭികയിൽ കണ്ണഞ്ചിപ്പിക്കുന്ന വസ്ത്രശേഖരവുമായി ഒന്നിച്ചൊന്നായി ആഘോഷം. ഈദ്, വിഷു, ഈസ്റ്റർ കളക്ഷനുകളാണ് കുടുംബങ്ങളുടെ മനം കീഴടക്കുന്നത്. പെരുന്നാൾ പർച്ചേസിനായി ഷോറൂമിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. കുടുംബ ബജറ്റിന് അനുയോജ്യമായ പ്രൈസുകളും ശോഭികയുടെ പ്രത്യേകതയാണ്. എന്തായാലും സെയിൽസ് സ്റ്റാഫൊക്കെ നന്നായിട്ട് നോക്കുന്നുണ്ട്. അല്ലാതെ നല്ല നമുക്ക് ബഡ്ജറ്റിന് പറ്റിയതായാലും അഫോർഡബിൾ പ്രൈസിനുള്ളത് സെലക്ട് ചെയ്തിട്ട് തരുന്നവരാണ്. നമ്മൾ ആദ്യം 1-2 ഷോപ്പിൽ പോയി നോക്കി, അവിടെ കിട്ടാത്തതുകൊണ്ടാണ് ഇവിടെ വന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് എന്തായാലും സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. മൊത്തം സ്റ്റാഫൊക്കെ നല്ല ആറ്റിറ്റ്യൂഡ്, കാര്യങ്ങൾ, ബില്ലിംഗ് ഒക്കെ പെട്ടെന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച വന്ന് പർച്ചേസ് ചെയ്ത് ഓൾറെഡി പോയതാണ്. അപ്പോൾ ഞങ്ങൾ വീണ്ടും മലപ്പുറത്തേക്ക് പോകുമ്പോൾ വീണ്ടും ഒന്നുകൂടി കയറിയത്. അപ്പോൾ ലിനിൻ്റെ ക്ലോത്തിലൊക്കെ 30% ഡിസ്കൗണ്ട് ഓഫറൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ പ്രൈസിൻ്റെ കാര്യത്തിൽ അഫോർഡബിൾ പ്രൈസാണ് ഇവിടെ. പിന്നെ സെലക്ഷനും കുഴപ്പമില്ല. ഷോപ്പിങ്ങിൽ വന്ന് നല്ല സെലക്ഷനാണ്, കുറേ പർച്ചേസൊക്കെ ചെയ്ത്. ഞങ്ങളെപ്പോഴും വരാറുണ്ട്, എല്ലാ പെരുന്നാളിനും ഓണത്തിനൊക്കെ ഇവിടെ നിന്ന് എടുക്കാം. ഷോപ്പിംഗ് അടിപൊളിയാണ്, നല്ല സെലക്ഷൻ ഉണ്ട്. കുഴപ്പമൊന്നുമില്ല, കുട്ടികൾക്കും ഞങ്ങൾക്ക് ഇവിടെ നിന്ന് എടുക്കാം. പെരുന്നാളിനും എല്ലാ 2 പെരുന്നാളിനും ഇവിടെ നിന്ന് എടുക്കാം. കല്യാണം ഉണ്ടെങ്കിൽ മൊത്തം ഇവിടെ തന്നെയാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലഹരി വിമുക്തരുടെ വിവരങ്ങൾ പോലീസിന് നൽകാനാവില്ലെന്നും വിവരങ്ങൾ തേടുന്നത് പോലീസ് അവസാനിപ്പിക്കണമെന്നും ഇന്ത്യൻ സൈക്കാട്രിക് സൊസൈറ്റി കേരള ഘടകം. തപാൽ വകുപ്പ് സോവനിയർ ഷവലിയർ C ചാക്കുണ്ണിക്ക് സമ്മാനിച്ചു. പട്ടിക വിഭാഗം വിദ്യാർത്ഥികൾക്ക് വരുമാന പരിധിയില്ലാതെ ഈ ഗ്രാന്റ് വിതരണം ചെയ്യണമെന്ന് ഭാരതീയ പട്ടിക ജനസമാജം. ബിഷപ്പ് ഡോക്ടർ റോയ്സ് മനോജ് വിക്ടർ 60ന്റെ നിറവിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.